ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട്. ലാസ്റ്റ് ഐ തിങ്ക് ഞാൻ ചെയ്തത് ആലപ്പുഴ വീട്ടിലുള്ള വ്ളോഗായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വയനാട് പോയി. ഇപ്പം ഫൈനലി നമ്മൾ തിരിച്ചു പോകാനുള്ള ദിവസം എത്തിയേക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 5 വീക്സിന് വേണ്ടിയാണ് നമ്മൾ നാട്ടിൽ വന്നത്. ഇപ്പം ലാസ്റ്റ് 2 ഡേയ്സ് നമ്മൾ മുംബൈയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. മുംബൈയിൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പം റൂം കാണാം നമുക്ക്. സോ വെൽക്കം ടു അവർ റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നല്ല ഒരു ബെഡും ഒരു ചെറിയൊരു കൗച്ചും ടി വിയും അത്യാവശ്യം ഒരു നല്ല ലിവിങ് സ്പേസും ബാത്റൂമും നമുക്കുണ്ട്. ഇതാണ് ബാത്റൂം. ഇവിടെ നമുക്കൊരു ഷവർ ഏരിയ ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ചെറിയൊരു കോഫി സ്റ്റേഷനും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോഫി ഉണ്ടാക്കി കുടിക്കാം. പിന്നെ കർട്ടൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊരു അടിപൊളി വ്യൂ ഉണ്ട്. വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ഒരു ക്ലീൻ ഫ്രഷ് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ബെഡിലേക്ക് ജമ്പ് ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം ഞാനും ഇറക്കും അതൊന്ന് എൻജോയ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തതാണ്. വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ താഴേക്ക് പോവുകയാണ്. താഴെ നമുക്ക് ബൂഫേ ഓപ്ഷനും ഉണ്ട്, പിന്നെ അലാകാട്ടയും ഉണ്ട്. നമ്മൾ അലാകാട്ടയാണ് ചൂസ് ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ഇപ്പം എറിക്ക് ടേക്ക് ഓവർ ചെയ്തേക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. പുറത്തൊക്കെ ആക്ച്വലി നല്ല മഴ പെയ്യുന്നുണ്ട് ഈ സമയത്ത്. ആക്ച്വലി ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ലപോലെ മഴ പെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനിയും നമ്മൾ സ്റ്റേ ചെയ്യുന്ന 2 ദിവസം കൂടെ നല്ല മഴയുണ്ട്. അപ്പം മിക്കവാറും നമ്മൾ കറങ്ങാനിട്ട പ്ലാൻസൊക്കെ ക്യാൻസൽ ആക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എറിക്കിനെ മുംബൈ കാണിക്കണം എന്ന് വിചാരിച്ചതാണ് ഇപ്രാവശ്യം. കാരണം ഇതാണ് എൻ്റെ ബർത്ത് പ്ലേസ്. ഇവിടെയാണ് ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതുമൊക്കെ. അപ്പം എറിക്ക് ഇതുവരെ മുംബൈ വന്നിട്ടില്ല. അവൻ്റെ ഫസ്റ്റ് ടൈമാണിത്. സോ ഇപ്പം ഡേ ടൈമിലുള്ള വ്യൂ ആണ് നമ്മുടെ റൂമിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇന്നും നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഉള്ളത്. നിതിന് ഇന്ന് കുറച്ച് വർക്കുണ്ട്. അപ്പം നിതിൻ വർക്ക് ഫ്രം ഹോട്ടൽ ചെയ്യുകയാണ്. പിന്നെ അവർ ജിമ്മിലും സ്വിമ്മിങ് പൂളിലും ഒക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അവരിവിടെ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഓൾറെഡി ജിമ്മിൽ വന്ന് വർക്കൗട്ടൊക്കെ തുടങ്ങി. ഞാനും കമ്പനിക്ക് വന്നു, കാരണം എനിക്ക് കുറച്ചുകൂടെ ടൈമുണ്ട് ഇറങ്ങാനായിട്ട്. നല്ല ജിമ്മാണ്, നല്ല എക്വിപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വീക്ക് ഡേ ആയതുകൊണ്ടാവും ആരും ജിമ്മിലില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ട്രെഡ്മിൽ അടിപൊളിയാണ്. അതിൽ നമുക്ക് സീനൊക്കെ ചൂസ് ചെയ്യാം. നമുക്ക് ബീച്ചിൽ വാക്ക് ചെയ്യണമെങ്കിൽ ബീച്ചിൻ്റെ സീൻ വന്ന് നമുക്ക് അത് നോക്കി നോക്കി വാക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പോകാനായിട്ട് റെഡി ആയിരിക്കുക. എറിക്കിൻ്റെ പുഷപ്പ് സ്കിൽസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. അങ്ങനെ എനിക്ക് പോകാൻ ടൈമായി. എൻ്റെ ക്യാബ് താഴെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് ബാർബിക്യൂ നേഷനിലേക്കാണ്. അവിടെയാണ് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റപ്പ് ചെയ്യുന്നത്. ബാർബിക്യൂ നേഷൻ എല്ലാവർക്കും അറിയാവുന്നതൊന്ന്. ഇവിടെ നമ്മളൊരു ചാർജ് പേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. സ്റ്റാർട്ടേഴ്സ്, മെയിൻ കോഴ്സ്, പിന്നെ ഡെസേർട്ട് അങ്ങനെ. സോ അങ്ങനെ ആ മീറ്റപ്പൊക്കെ സക്സസ്ഫുള്ളായി. അങ്ങനെ ഇന്നത്തെ ഡേ എൻഡായി. നാളത്തെ പ്ലാൻ പറഞ്ഞാൽ നമുക്ക് CST കൊളാബ സൈഡിലൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും അവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാൻഡ്രയിൽ എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി ഉണ്ട്. ആൻറ്റീനെയും കൂടെ കാണാനായിരുന്നു ഈ ട്രിപ്പ്. സോ നമ്മൾ അവിടെ ഡെഫിനറ്റ്ലി പോകുന്നുണ്ട്. ആൻറ്റി ഒരു ഓർഫനേജിലാണ്, അവിടെ എല്ലാവരെയും മാനേജ് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ച് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ആയി കുറച്ച് റെസ്റ്റിലാണ്. മഴ കണ്ടില്ലേ, നല്ല മഴയാണ്. അപ്പം നമ്മൾ ബാൻഡ്ര എത്തിക്കഴിഞ്ഞേക്കുന്നു. ബാൻഡ്രയിൽ ഒരു ഫേമസ് ചേർച്ച് ഉണ്ട്, മൗണ്ട് മേരി ചേർച്ച്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഓർഫനേജ് ഉള്ളത്. ആ ചേർച്ചിൽ എല്ലാ വർഷവും ഒരു ഫെയർ നടക്കാറുണ്ട്. ബാൻഡ്ര ഫെയർ എന്ന് പറഞ്ഞ് പോപ്പുലറാണ്. അത് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ആൻറ്റിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ CST സൈഡിലോട്ട് പോവുകയാണ്, കൊളാബ സൈഡിലോട്ട് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാൻഡ്ര വേർലി സീ ലിങ്കിൽ കൂടെയാണ്.
മഴ കണ്ടിട്ട് തോന്നുന്നില്ല നമ്മുടെ കറക്കം ഇന്ന് നടക്കുമെന്ന്. എവിടെയെങ്കിലും സ്റ്റക്കാകാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഓൾറെഡി എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇറിറ്റേറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവർ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ്. നല്ല രസമുണ്ട്. എൻ്റെ സിറ്റി തന്നെ ഞാനൊരു ടൂറിസ്റ്റിനെ പോലെ ഇങ്ങനെ കറങ്ങി കാണുമ്പോൾ. എക്സ്ട്രീം റൈറ്റിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാം. അവിടെയാണ് മറൈൻ ഡ്രൈവ്. നമ്മുടെ ക്യാബ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യേൻ്റെ അടുത്ത് നിർത്തിയിട്ട് നമുക്ക് ഉടനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഓടുമായിരുന്നു. കാരണം നല്ല മഴയായിരുന്നു. പിന്നെ നമ്മുടെ ഈ അംബ്രല്ലയും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഒരു ഷോപ്പിൽ കയറി ഒരു ടവൽ മേടിച്ചു. പിന്നെ നേരെ കുറച്ച് നടന്ന് നമ്മൾ ഇവിടുത്തെ ഒരു പോപ്പുലർ കഫേ ലിയോപോൾഡ് കഫേയിൽ നമ്മൾ വന്നു ഫുഡ് കഴിക്കാൻ. ഈ കഫേ പണ്ടേ ഒരു പോപ്പുലർ കഫേ ആയിരുന്നു. കാരണം ഏതോ നോവലിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു കഫേ ആയിരുന്നു. പിന്നെ മുംബൈ ടെറർ അറ്റാക്സിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു കഫേയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ അറിഞ്ഞു വരാൻ തുടങ്ങി. ഇവിടെ നമുക്കിപ്പോഴും ബുള്ളറ്റ് മാർക്സൊക്കെ കാണാം. അതങ്ങനെ തന്നെ അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇപ്പം എവറിത്തിങ് ഈസ് ബാക്ക് ടു നോർമൽ. എല്ലാം പഴയതുപോലെ എല്ലാവരും വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പം നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. ഇഷ്ടം പോലെ ഡെസേർട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടം പോലെ പേസ്ട്രീസൊക്കെ ഉണ്ട്. 2 പേസ്ട്രി നമ്മൾ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് കറങ്ങാനുള്ള സ്കോപ്പൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം മഴ ഇതുവരെ നിന്നിട്ടില്ല. സോ ഇത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് താജ് ഹോട്ടലിൻ്റെ ആ ബിൽഡിങ്ങും കാണാം. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കുള്ള വ്യൂസൊക്കെ കാണിച്ച് ഈ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. നാളെയാണ് നമ്മൾ തിരിച്ച് നെതർലൻഡ്സിലേക്ക് പോകുന്നത്. സോ see you again in another vlog. Till then, bye bye.